ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ്. പോലീസ് സംവിധാനങ്ങളെല്ലാം ഉണർന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരിടത്ത് എന്തുകൊണ്ട് കൂടുതൽ ഫോഴ്സിനെ അവിടെ നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല? ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണമടക്കം നമ്മൾ രാവിലെ കേട്ടതാണ്. അതായത് വേണ്ടി വന്നാൽ ഇതുവരെയും പോലീസ് അങ്ങനെ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുമതി തേടിയിട്ടില്ല, അല്ലെങ്കിൽ പോലീസിനോട് ആശയവിനിമയം നടത്തിയിട്ടില്ല. അതിനുശേഷം പക്ഷേ ആശയവിനിമയം നടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിലൊരു വീഴ്ച? ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നു. ഈ സംഭവത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് CPM പ്രവർത്തകരുടെ കടുത്ത ആക്രമണത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ അകത്തേക്ക് ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച്, സ്വാഭാവികമായും ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് തെറിച്ചൊക്കെ ഉണ്ടാകുന്ന അപകടമായിരിക്കാം. ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ ഈ ഗ്ലാസിനിടയിലൂടെ എന്നതും പരിശോധിക്കപ്പെടണം. ഇഷ്ടിക ഉപയോഗിച്ച് എറിഞ്ഞ് ആക്രമിച്ച് സൈഡ് ഗ്ലാസ് പൊട്ടിച്ച് ഗ്ലാസ് നോക്കുക. വാഹനത്തിൻ്റെ അവസ്ഥ അങ്ങേറ്റം പരിതാപകരമാണ്. സ്വാഭാവികമായും അതിലെ ഉദ്യോഗസ്ഥർക്ക് ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കും. അതിനുണ്ടാകുന്ന പരിണിത ഫലം, ഇതിൻ്റെ ഉത്തരവാദിത്തം ആരായിരിക്കും ഏറ്റെടുക്കുക? സംസ്ഥാന പോലീസ് ഇതിലൊരു FIR ഇടുമോ? ED ഉദ്യോഗസ്ഥർ നൽകുന്ന പരാതി എത്രത്തോളം ഗൗരവമേറിയതാകും? അതിന്മേലുണ്ടായെങ്കിൽ ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. പരിക്കിന്റെ കാര്യം എന്താണെന്നുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ബിനിൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നു എന്ന വിവരം ലഭിക്കുകയാണ്. ആർക്കൊക്കെയാണ് അങ്ങനെയെങ്കിൽ പരിക്കിന്റെ അവസ്ഥ? EDയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തി വാഹനം മാറ്റിയ ശേഷം ആ മൂന്ന് വാഹനവും ചില്ല് തകർന്നതുകൊണ്ട് തന്നെ ഓടിക്കാൻ കഴിയാത്ത, അതായത് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനം മാറ്റി അവർ ആശുപത്രിയിലേക്ക് പോകും. പരിക്കേറ്റിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച് അവരെ പരിക്കേൽപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായിട്ടുള്ളത്. ഇത് ജാമ്യമില്ലാ കുറ്റമായി മാറും. കാരണം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. ഒരു വധശ്രമം അടക്കമുള്ള ഗ്രൗണ്ട് ഇതിലുണ്ട്. ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യം. കാരണം അപ്രതീക്ഷിതമായി മറ്റൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമാണ്. ആ വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടിരുന്നെങ്കിൽ, വാഹനം അവിടെ നിർത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ പോലും ഉദ്യോഗസ്ഥർ അപകടത്തിലാകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ ഉള്ള ഒരു സംഭവമായി ഇത് മാറുകയാണോ? പ്രതീക്ഷ, ഉദ്യോഗസ്ഥർക്ക് ഏറ്റിട്ടുള്ള പരിക്കിന്റെ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഓരോ കുറ്റങ്ങളും അതിന്റെ ഗ്രാവിറ്റിയും ഒക്കെ തന്നെ ഉണ്ടാകുക. എന്തായാലും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക മാത്രമല്ല, അവരെ ആക്രമിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ അവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കെത്തിയ EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും അവർ അല്പസമയത്തിനകം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി ചികിത്സ തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. EDയുടെ കൊച്ചി ഓഫീസുമായി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ധരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിക്കേറ്റു എന്ന വിവരമാണ് ബിനിൽ നൽകിയത്. അന്തരീക്ഷത്തിലേക്ക് അനന്തര ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ആക്രമിക്കുന്ന ആളുകളെല്ലാം വ്യക്തവുമാണ്. അത് അവിടുത്തെ ലോക്കൽ പ്രവർത്തകരാണോ, പ്രധാനപ്പെട്ട നേതാക്കളാണോ, എന്താണ്? ഇപ്പോൾ ഇനി ഇതിലൊരു പ്രതികരണം ഉണ്ടാകേണ്ടത് CPM നേതൃത്വത്തിന്റെ ഭാഗത്താണ്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണറായിയുടെ വീട്ടിൽ നിന്നും മടങ്ങിയോ? കേൾക്കാം. ഈ അക്രമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ, എനിക്ക് തോന്നുന്ന ആ ദൃശ്യങ്ങൾ അവിടെ ലഭിച്ചു കാണും എന്നുള്ളതാണ്. നമ്മുടെ ക്യാമറമാൻ ബിജു സൂര്യ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതവിടെ എത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം വലിയ അക്രമമാണ് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഉണ്ടായത് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ആ മൊബൈൽ ദൃശ്യങ്ങളിലുള്ളത്. കാരണം ആ രണ്ട് കാറിൻ്റെയും മുൻവശത്തെയും പിൻഭാഗത്തെയും ചില്ലുകൾ, ഡോറുകൾ എല്ലാം പൂർണ്ണമായും തല്ലി തകർത്തിരിക്കുന്നു. അതിനകത്ത് മനുഷ്യർ ജീവനോടെ ഉണ്ടോ എന്നുപോലും സംശയിക്കപ്പെടാവുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ അത്രയും വലിയ അക്രമമാണ് അവർ നേരിട്ടത്. പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥർ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വനിതാ ഉദ്യോഗസ്ഥ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന
ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ അവർക്ക് പരിക്കേറ്റു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വനിതാ ഉദ്യോഗസ്ഥയ്ക്കും ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ക്രൗഡിന്റെ ഇടയിലേക്ക് ആ ED ഉദ്യോഗസ്ഥരെ കടത്തിവിട്ടത് ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ്. മാത്രമല്ല കേരള പോലീസ് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് ആ സുരക്ഷ ഒരുക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കരുതിയത് ഈ പ്രശ്നം ED ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കേന്ദ്രവും CPM തമ്മിൽ തീർക്കട്ടെ എന്ന നിലയ്ക്ക് മാറി നിന്നോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ സംഘർഷ സാധ്യത ഈ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ പലപ്പോഴും CPM പ്രവർത്തകർ പ്രകോപിതരായി. എന്നിട്ട് പോലും നാമമാത്രമായ പോലീസിനെ മാത്രമാണ് അവിടെ വിനിയോഗിച്ചത്. കൃത്യമായ സുരക്ഷ ഒരുക്കാൻ തൊട്ടപ്പുറത്ത് നന്ദാവനം പോലീസ് ക്യാമ്പാണ്. ഒരു വിസിലടിച്ചാൽ അവിടെ നിന്ന് നൂറുകണക്കിന് പോലീസുകാർ, ബറ്റാലിയനിൽ നിന്ന് പോലീസുകാർ ഇവിടേക്ക് എത്തും. എന്നിട്ട് അങ്ങനെ ഒരു നീക്കം, ഒരു ജീപ്പിൽ 4 പോലീസുകാരെ 4 ഷീൽഡും കൊടുത്ത് ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടതല്ലാതെ, 4 വനിതാ പോലീസുമാരെ ഇറക്കിയതല്ലാതെ ഈ ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ചില ആൾക്കാരുടെ ജീവാപായം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ആ വാഹനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായും തകർന്നു പോകുന്ന നിലയിലേക്ക് ആ വാഹനങ്ങൾ മാറി. ഒരു വാഹനാപകടം നടന്നാൽ എങ്ങനെ, അതേപോലെയാണ് ആ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പരാതിയുമായി. ഒരുപക്ഷെ അവർ വൈദ്യസഹായം അടക്കം തേടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഉണ്ടാകും. ഇനിയിപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മൊത്തത്തിൽ മാറുകയാണ്. ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുള്ള പോലീസ് കേന്ദ്രസേനയുടെ നടപടിക്കെതിരെയൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആ സംസ്ഥാനത്ത് ഉണ്ടാവുകയും നിയമ നടപടിയിലേക്ക് അടക്കം ഒക്കെ പോയതാണ്. ഇപ്പോൾ ഇത് ED ഏത് രീതിയിലൊരു നിയമ നടപടിക്കാണ് സാധ്യത തേടുന്നത്? ഇനി വൈദ്യപരിശോധന അടക്കമുണ്ടെങ്കിൽ ഇവരുടെ മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ അല്ലെങ്കിൽ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശാരീരിക ആരോഗ്യാവസ്ഥ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പോലീസിന്റെ പരിശോധന, കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ സംഭവം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് എത്തുന്നുണ്ടോ പോലീസ്? മ്യൂസിയം പോലീസിന്റെ പരിധിയിലാണല്ലോ. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ വീടും ഒക്കെ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ്, തിരുവനന്തപുരം കമ്മീഷണറാണ് ഇതിനകത്ത് കൃത്യമായ നിലപാട് എടുക്കേണ്ടിയിരുന്നത്. ഈ പ്രശ്നങ്ങൾ, ഇങ്ങനൊരു പ്രതിഷേധം മാത്രമല്ല, ഇവിടെ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം ഇവിടെ നിന്ന് പ്രവർത്തകർ വലിയ തോതിൽ പ്രകടനമായി രക്തസാക്ഷി മണ്ഡപത്തിലേക്കൊക്കെ പോയി. അപ്പോൾ സിറ്റി മുഴുവൻ, സിറ്റിയുടെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ പ്രതിഷേധമുണ്ടായി. പക്ഷേ ആ പ്രകടനം പോകുമ്പോൾ പോലും നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്, VD സതീശന്റെ ബോർഡുകളും അതുപോലെ തന്നെ BJPയുടെ ബോർഡുകളും ഒക്കെ നശിപ്പിച്ചു. പക്ഷേ ആ പ്രകടനത്തിനൊപ്പം അകമ്പടി പോകാൻ 2 പോലീസുകാർ പോലും ഇല്ലായിരുന്നു. പോകുന്ന വഴിക്ക് കൂടുതൽ അക്രമാസക്തമായിരുന്നു ആ പ്രകടനമെങ്കിൽ അതും നിയന്ത്രിക്കാൻ പോലീസില്ലായിരുന്നു. അപ്പോൾ ഏതായാലും വലിയ പ്രതിഷേധമുണ്ടായി. അത് വലിയ അക്രമത്തിലേക്ക് പോയി. ആ ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഏതായാലും CPM പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിഞ്ഞില്ല, പോലീസിനും കഴിഞ്ഞില്ല. അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു ആംബുലൻസ് അത് ആശുപത്രിയിലേക്ക് വന്നതാകും. ഇപ്പോൾ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.